ആ യാത്രയാണ് അവന്റെ ചിന്തകളെ എല്ലാം മാറ്റിമറിച്ചത്. ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന അമ്മയുടെ കൂട്ടുകാരി ആന്റിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ആ യാത്രയിലൂടെ കഴിഞ്ഞു. അവന്റെ ജീവിതം മാറ്റിമറിച്ചൊരു തിരിച്ചറിവായിരുന്നു അത്. അവന്റെ അച്ഛനോട് അതിൽ അവന് ഒരുപാട് നന്ദി തോന്നി. ഡാ അജു, നീ എഴുന്നേൽക്കുന്നുണ്ടോ? അതോ ഞാനങ്ങ് കയറി വരണോ? ഓ, ഈ അച്ഛൻ! ഞാൻ പെറുപെടുത്തുകൊണ്ട് പുതപ്പ് വീണ്ടും തലവഴി മൂടിക്കിടന്നു. ഡാ! അച്ഛന്റെ ശബ്ദം കുറച്ച് സ്ട്രോങ് ആയ പോലെ തോന്നി. ഞാൻ എഴുന്നേറ്റു എന്നും പറഞ്ഞ് ഞാൻ നേരെ ഫ്രഷ് ആവാൻ ബാത്റൂമിലോട്ട് പോയി. അജു എന്ന് എല്ലാവരും വിളിക്കുന്ന അജിത് രാഘവൻ, 25 വയസ്സ്. വെളുത്തിട്ട് കാണാൻ സുന്ദരൻ. ജിമ്മിൽ പോകുന്നത് കൊണ്ടും നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ടും ബോഡി സ്ട്രക്ചർ നല്ല ഒത്ത തടി. ഇപ്പോ എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിയാണ്. മേലെടുത്ത് രാഘവന്റെയും പ്രിയ പത്നി വനജ ടീച്ചറുടെയും ഏക സന്താനം. അമ്മ വനജ അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ബ്ലഡ് ക്യാൻസർ വന്ന് അവനെയും അവന്റെ അച്ഛനെയും വിട്ടുപോയി. രാഘവന് വിദേശത്തെ ബിസിനസ് ആയതിനാൽ പിന്നീട് അങ്ങോട്ട് അവന്റെ മേൽനോട്ടം മുഴുവൻ അവന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അവനെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തന്നെയാണ് വളർത്തിയതെങ്കിലും ബാല്യത്തിലെ കൂട്ടുകെട്ടും പണത്തിന്റെ അതിപ്രസരിപ്പും ചെക്കനെ കുറച്ചൊക്കെ വഷളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തല്ലുകൊള്ളിത്തരവും വായ്നോട്ടവും ഒക്കെ അവന്റെ കയ്യിലുണ്ട്. എന്നാൽ സാധാരണ വായ്നോട്ടമല്ല. തന്നെക്കാൾ മൂത്തവരെ നോക്കാനാണ് അവൻ ഇഷ്ടം. അജു ഇങ്ങനെയൊക്കെ ആവാൻ തന്നെ കാരണക്കാരൻ ഇപ്പോ ഭോപ്പാലിൽ ഡിഗ്രി ചെയ്യുന്ന അവന്റെ ഒറ്റ സുഹൃത്ത് ജിന്നു മാത്രമാണ്. അവനാണ് ചെക്കന്റെ തലയിൽ +1 മുതൽക്കേ അങ്ങനെയുള്ള താല്പര്യങ്ങളെല്ലാം വളർത്തിയത്. ശരിക്കും പറഞ്ഞാൽ ജിനുവാണ് അജുവിന്റെ ഗുരു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ഫ്രഷ് ആയി ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നു. മുത്തച്ഛി നല്ല അപ്പവും മുട്ടക്കറിയും ഒപ്പം നല്ല ആവി പറക്കുന്ന ചായയും ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പവും മുട്ടക്കറിയും എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ വലിയ ഇഷ്ടമാണ്. ഞാൻ ജിനുവിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അതിനോടുള്ള ഇഷ്ടം ഇത്രയും കൂടിയത്. ചില സ്ഥലങ്ങളിൽ മുക്കു ചെയ്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന അപ്പമുണ്ട്, അതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശേഷം ഞാൻ ഉമ്മറത്തേക്ക് ഒന്ന് എത്തി നോക്കിയപ്പോൾ മുത്തശ്ശൻ ചാരുകസേരയിൽ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അച്ഛനെ നോക്കിയപ്പോൾ ആൾ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാവും. അച്ഛൻ 2ആഴ്ചത്തെ ലീവ് കഴിഞ്ഞ് ഇന്ന് പോവാണ് മലേഷ്യക്ക്. അതിനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടാനാണ് എന്നെ ഈ വെളുപ്പാങ്കാലത്തെ വിളിച്ചുണർത്തിയത്. അച്ഛൻ പോകുന്നത് കൊണ്ട് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ഞാനത് പുറത്ത് കാണിക്കാറില്ല. കാരണം എന്റെ കരച്ചിൽ കണ്ടാൽ അച്ഛനും കരയും. അതുകൊണ്ടാണ്. ഡാ, നീ വേഗം കഴിച്ചേ, നമുക്ക് പെട്ടെന്ന് പോകണം. 7 മണിക്കാണ് ഫ്ലൈറ്റ്. അവൻ ചായ ഒന്ന് കുടിച്ചോട്ടെ എന്റെ രാഘവോ? ആ, എന്നാ വേഗം നോക്കേണ്ട അജു, അച്ഛന്റെ പൊന്നല്ലേ. ഓ, എന്താ പതപ്പിക്കൽ. ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേക്കും എന്റെ അച്ഛൻ സാർ പെട്ടിയും കിടക്കയും എല്ലാം വണ്ടിയിലോട്ട് കയറ്റിയാട്ടെ. ഞാൻ പ്രാതൽ കഴിച്ചു വന്നപ്പോഴത്തേക്കും അച്ഛൻ ലഗേജ് എല്ലാം വണ്ടിയിൽ കയറ്റിയിരുന്നു. പിന്നെ 2 പേരോടും യാത്രയെല്ലാം പറഞ്ഞ് ഞാൻ അച്ഛനെയും കൊണ്ട് എയർപോർട്ട് ലക്ഷ്യമാക്കി വിട്ടു. അച്ഛൻ കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എയർപോർട്ട് എത്തുന്നത് വരെ അച്ഛന്റെ ഉപദേശവും തള്ളലും കേട്ട് ഒരു വിധത്തിൽ കരിപ്പൂർ കൊണ്ടെത്തിച്ചു. അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് പറഞ്ഞയച്ചു. അച്ഛൻ പോകുന്നത് കുറച്ചു നേരം നോക്കി നിന്നു. എന്തോ മനസ്സിനൊരു വിങ്ങൽ. തിരിച്ചു വണ്ടിയെടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലോട്ട് നടക്കുമ്പോഴാണ് എയർപോർട്ടിന്റെ 21ാം തൂണിന്റെ മുന്നിൽ ഒരു ഹാൻഡ് ബാഗും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ആന്റിയെ കണ്ണിൽ പതിഞ്ഞത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ ആളെ മനസ്സിലായത്. ഡോക്ടർ സീനത്ത് റഹീം. അമ്മയുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഈ ആന്റി. ഭർത്താവ് ഡോക്ടറാണ്. അങ്ങനെ വിദേശത്താണ്. അവർക്ക് ഒരു 3ൽ പഠിക്കുന്ന മോളുമുണ്ട്, പാത്തു. എന്റെ വീടിന്റെ അപ്പുറം 4ാമത്തെ വീട് അവരുടേതായിരുന്നു. വീട്ടിൽ അവരും മകളും മാത്രം. സാരിയാണ് വേഷം, അതും നല്ല സിൽക്ക് സാരി. ആന്റി ഇരുനിറമാണേലും മുഖം അത്രയും ഭംഗി നിറഞ്ഞതാണ്. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരുടെ കണ്ണും ആന്റിയിലായിരുന്നു. അതിൽ പാൽക്കുപ്പി പയ്യൻസ് മുതൽ മുഖം നിറച്ച കിളവൻ സെക്യൂരിറ്റി വരെ ഉണ്ട്. ഞാൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്റെ കാർ ആന്റിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി. സൈഡ് ഗ്ലാസ് മൊത്തം കൂളിംഗ് ആയതുകൊണ്ട് മുപ്പത്തിക്ക് അകത്തുള്ള എന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആൾ കാറിനുള്ളിൽ ആരാണെന്ന് ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഞാൻ ക്ലാസ് ഒന്ന് താഴ്ത്തി. ഹലോ ഡോക്ടർ മാഡം, എന്താണ് വല്ലവനെയും വായി നോക്കുവാണോ? ഞാനാണെന്ന് മനസ്സിലായപ്പോഴാണ് ആന്റി ഒന്ന് റിലാക്സ് ആയത്. എടാ കള്ളച്ചക്ക, അത് നീയായിരുന്നോ? ഓ പിന്നെ, ഈ പ്രായത്തിലല്ലേ വായി നോക്കുന്നത്? അല്ല അതുപോട്ടെ, എന്താ ഇവിടെ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണടാ. ഞങ്ങളുടെ മെഡിസിൻ ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദർ. ഇവിടെ വന്ന് നോക്കുമ്പോ ബുക്ക് ചെയ്ത ടാക്സി 15 മിനിറ്റ് ലേറ്റും. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് വിടാൻ വന്നതാണ്. മൂപ്പര് ഇന്ന് തിരിച്ചു പോവാണ്. ഓ, അതാണ് സാർ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതല്ലേ? അപ്പൊ നീ വീട്ടിലേക്കാണോ? അതെ, വേണേൽ കയറിക്കോ, ഓസിനൊരു ലിഫ്റ്റ് തരാം. പോടാ അവിടുന്ന് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആന്റി എന്റെ വണ്ടിയുടെ ഫ്രണ്ടോ തുറന്നുകൊണ്ട് അതിലേക്ക് അമർന്നിരുന്നു. എന്റെ ആന്റി സകലരുടെയും കണ്ണ് ആന്റിയുടെ മേലാണ് കേട്ടോ. എന്താ നോട്ടം? അവര് നോക്കട്ടെടാ, അതിനെന്താ? ഭംഗിയുള്ള എന്ത് കണ്ടാലും ആളുകൾ നോക്കില്ലേ? അതിന് നീ അസൂയപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. വായടക്കട ചെക്ക, ഈച്ച വല്ലതും കേറും. ഞാൻ വായടച്ച് ആന്റിക്ക് ഒരു ചിരിയും കൊടുത്ത് കാർ മുന്നോട്ട് പായിച്ചു. നീയും മോശമൊന്നും അല്ലല്ലോ, ഞാനും കാണാറുണ്ട് നീ നോക്കുന്നത്. ഞാനോ? ഞാനെപ്പോ?
നീ കിടന്ന് ഉരുളൊന്നും വേണ്ട എന്റെ അജൂട്ടാ. ആ വക്കീലിന്റെ മോള് നിന്റെ വീടിന് മുന്നിൽ കൂടെ പോകുമ്പോഴും മുത്തശ്ശിയോട് സംസാരിക്കുമ്പോഴുമെല്ലാം നീ നോക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഓ ഭാഗ്യം. എന്താടാ ഭാഗ്യം എന്ന് പറഞ്ഞേ? അത് ഒന്നുമില്ല, ആന്റേത് അറിഞ്ഞിട്ടും ആരോടും പറഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞതാ. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. ഞാൻ ശരിക്കും വായി നോക്കിയത് വക്കീലിന്റെ മകളെ ആയിരുന്നില്ല, അമ്മയെ ആയിരുന്നു. അത് ആന്റിക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ അധികം ഒന്നും സംസാരിച്ചില്ല. എന്നാലും ആന്റി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ആന്റി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. കൂടാതെ ആന്റി ആദ്യമായാണ് ഇത്രയും ഫ്രീ ആയി സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ആന്റിയുടെ വീട്ടിലേക്ക് ഇറങ്ങി നടന്നു. ഞാൻ കാർപോർട്സിനുള്ളിലേക്ക് കയറ്റിയിട്ടു. ആന്റിയുടെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് ആന്റിയുടെയും മകളുടെയും കൂടെ വീട്ടിൽ ഒരു വേലക്കാരി കൂടെ ഉണ്ട്. പിന്നെ ആന്റി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സാധാരണ വിദേശത്തുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ കേൾക്കുന്ന എല്ലാ പേരുകളും ആന്റിയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് ആ രാത്രി മുഴുവൻ ഞാൻ ആന്റിയെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കിടന്നത്. അതുകൊണ്ട് എനിക്ക് ഉറക്കം ഒട്ടും വന്നില്ല. പിന്നെ ലാപ്പ് ഓൺ ചെയ്ത് ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും ഉറക്കം വന്നത്. അങ്ങനെ 2-3 ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആന്റി വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വേലക്കാരി ലീവാണ്. അവളുടെ അമ്മയ്ക്ക് വയ്യാതെ വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടിനായി ഇന്നത്തെ ഒരു രാത്രി അജുമോനെ ഒന്ന് അങ്ങോട്ട് അയക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിക്കാനാണ് അവർ ഇങ്ങോട്ട് വന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിൽ അവർ കൂട്ടുകാരുടെ ഫ്ലാറ്റിലേക്കാണ് പോകാറുള്ളത്. അതെന്താണാവോ ഇപ്പൊ കൂട്ടിനെ വിളിച്ചതെന്ന് ഓർത്ത് എനിക്ക് ഓരോ ചിന്തകൾ വരാൻ തുടങ്ങി. എന്തായാലും കിട്ടിയ ചാൻസിൽ പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അന്നത്തെ യാത്രയിൽ ആന്റിയിൽ ഉണ്ടായിരുന്ന ഭാവവ്യത്യാസങ്ങളും ഞാനും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് ഒരു 7 മണിയോട് കൂടി ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് ചെന്നു. ആന്റി അവിടെ എന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും ആന്റി പറഞ്ഞു, എത്ര നേരമായിടാ അജുമോനെ, നിന്നെ കാത്തിരിക്കുന്നു. എന്താ ഇത്രയും വൈകിയത്? ഒന്നുമില്ല ആന്റി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് കരുതി. എനിക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് ആകെ പേടിയാവാൻ തുടങ്ങി. ഈ 7 മണിയാവുമ്പോഴേക്കും ആടാ ഒറ്റയ്ക്കാവുമ്പോ വല്ലാത്ത പേടിയാ. അപ്പൊ ആന്റി എന്താ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകാതിരുന്നത്? അത് അവളെ എന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. ഇവിടെ നീയുണ്ടല്ലോ. അന്നത്തെ യാത്രയ്ക്ക് ശേഷം നിന്റെ അടുത്ത് നല്ല ആശ്വാസം തോന്നിയിരുന്നു എനിക്ക്. ആണോ? എങ്കിൽ ഞാൻ വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം പറയട്ടെ. എന്താടാ പറയൂ. അത് എനിക്ക് എന്തായാലും പറയേ. അത് എനിക്ക് നല്ല വിശപ്പുണ്ട് ആന്റി, കഴിക്കാൻ തരുമോ? അയ്യോടെ മോനെ, അത് ആന്റിക്ക് അറിയാലോ. മോന്റെ വിശപ്പ് മാറ്റാനുള്ളതൊക്കെ ആന്റിയുടെ കയ്യിലുണ്ട്. മോനൊന്നിരിക്കെ, ഞാൻ ഇവിടെ കിടത്തിയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ശല്യമാവും. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നാലും ഇത്ര പെട്ടെന്ന് ആന്റി സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. അല്പം കഴിഞ്ഞ് ആന്റി കുഞ്ഞിനെയും മുറുക്കിക്കൊണ്ട് താഴേക്ക് വന്നു. ശേഷം എനിക്കിഷ്ടമുള്ള പാലപ്പവും മുട്ടക്കറിയും എന്റെ മുന്നിൽ വിളമ്പി തന്നു. ഞാനത് ആർത്തിയോടെ തന്നെ കഴിച്ചു. കൂടെ നല്ല ചൂട് പാലും കൂടി ആയപ്പോൾ എന്റെ വിശപ്പും ദാഹവും എല്ലാം ശമിച്ചു. ആന്റിയുടെ കൈപുണ്യം ആദ്യമായാണ് ഞാൻ അറിയുന്നത്. ശേഷം ആ രാത്രി ആന്റി പേടി കൂടാതെ ഉറങ്ങി. നാളുകളായുള്ള ആന്റിയുടെ വിഷമവും അതോടെ മാറി. ആന്റിയുടെ എന്താവശ്യത്തിനും പിന്നെ ഞാനുണ്ടായിരുന്നു. കാരണം ഒരു അമ്മയുടെ സ്നേഹവും ആന്റി എനിക്ക് നൽകിയിരുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിലും നല്ല കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.